കേരളത്തിലെ ധനപ്രതിസന്ധി അതീവ ഗുരുതരം എന്ന് മുഖ്യമന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുകയും അതിൻ്റെ കുറ്റം മുഴുവനും കേന്ദ്രത്തിൽ ചാരുകയും ചെയ്ത ഒരു സാഹചര്യം. കേന്ദ്രത്തിൽ കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്നു. അതുകൂടാതെ തന്നെ സുപ്രീം കോടതിയെയും അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതീവ ഗുരുതരമായ വാഗ്വാദങ്ങളിലേക്കോ ഒന്നും പോകേണ്ട എന്ന് കരുതിയാകാം നമ്മുടെ കടമെടുക്കലിൽ നിന്ന് വെട്ടിക്കുറച്ചിരുന്ന 3140 കോടി, അതായത് വെട്ടിക്കുറച്ചിരുന്നു എന്ന് പറയുന്നതിൻ്റെ സത്യാവസ്ഥ എന്താണ്? സാധാരണ ഒരു സംസ്ഥാനത്തിന് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് കടമെടുക്കാവുന്നത് അവരുടെ GSDPയുടെ 3%. അങ്ങനെ GSDPയുടെ 3% എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ GSDP 2023-24 പ്രതീക്ഷിക്കുന്ന GSDP അഥവാ പ്രൊജക്റ്റഡ് GSDP 11,31,494.01% കോടിയാണ്. അപ്പൊ ഈ 11,32,194 കോടിയുടെ 3% കടമെടുക്കാവുന്നത് എന്ന് വെച്ചാൽ ഏകദേശം 33,960 കോടി, ഏകദേശം 34,000 കോടിയോളം വരും. അതിൽ നിന്ന് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും കടമെടുത്തിരുന്നതിൻ്റെ ഒരു 14,000 കോടിയിലധികം കടമെടുത്തിരുന്നതിന് 3ആയിട്ട് ഭാഗിച്ച് ഒരു ഭാഗം ഈ വർഷത്തെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ചിരുന്നു. അതായത് 3,140 കോടിയാണ് നമ്മുടെ കടമെടുക്കാൻ പറ്റുമായിരുന്ന പരിധിയിൽ നിന്ന് കുറച്ചിരുന്നത്. അപ്പൊ കേരളത്തിന്റെ കടുത്ത ധനപ്രതിസന്ധി കണ്ടുകൊണ്ട് സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലും ഒക്കെ പരിഭവവുമായി ഇങ്ങനെ ചെല്ലുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തെയാണ് പഴി പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യത്തിൽ കേന്ദ്രത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, കേന്ദ്രം എല്ലായ്പ്പോഴും ആവർത്തിച്ച് പറഞ്ഞതാണ് നിർമ്മല സീതാരാമൻ നമ്മുടെ ധനമന്ത്രി. അതായത് നിങ്ങൾ ഈ ഫണ്ട് യൂട്ടിലൈസ്, ഇപ്പം നെല്ല് കർഷകരുടെ ഫണ്ടാണെങ്കിലും കേന്ദ്രത്തിന്റെ ഷെയറാണ് നെല്ല് സംഭരണത്തിലെ ഏറ്റവും കൂടിയ ഷെയർ. വളരെ കുറഞ്ഞ തുക മാത്രമേ സംസ്ഥാനം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കേന്ദ്രത്തിന്റെ പേരിലുള്ള ആ നെല്ല് സംഭരിക്കുക, ആ വില കൊടുത്ത് സംഭരിക്കുക, അത് കുത്തി അരിയാക്കുക, അതിൻ്റെ എല്ലാ ചെലവും കൂടി യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് CAG ഓഡിറ്റ് ചെയ്ത് ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ എത്തുക. തൊട്ടടുത്ത ദിവസം തന്നെ കേന്ദ്രം ആ ഫണ്ട് റിലീസ് ചെയ്യും. അതാണ് കേന്ദ്രത്തിന്റെ രീതി. അതായത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എത്തണം. കാരണം എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? എല്ലാ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസും ഓരോ ആവശ്യത്തിനും കൊടുക്കുന്ന ഫണ്ട് വക മാറ്റി ചെലവഴിക്കുക. അങ്ങനെ ചെയ്താൽ കേന്ദ്രത്തിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരവസ്ഥ സംജാതമാകാതിരിക്കാൻ നമുക്ക് തന്നെ അറിയാം. പ്രളയ ഫണ്ടിനെന്നും പറഞ്ഞ് കേന്ദ്രം കൊടുത്ത ഫണ്ട് പോലും വക മാറ്റി ചെലവഴിച്ച സംസ്ഥാനമാണ് കേരളം. നമുക്കറിയാം, എന്താണ് പറയുക, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പ്രളയത്തിന് ശേഷം കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവാണ്. ആ ഇനിഷ്യേറ്റീവിന് വേണ്ടി ചെലവഴിച്ച പണം, അതായത് ജർമ്മൻ ബാങ്കിൽ നിന്നൊക്കെ കടമെടുത്ത ഫണ്ട് മുതലുള്ളതെല്ലാം വക മാറ്റി ചെലവഴിച്ചു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല. അങ്ങനെ ഏത് ഫണ്ട് കിട്ടിയാലും വക മാറ്റി ചെലവഴിക്കുന്ന ഗവൺമെന്റ്, കേരള ഗവൺമെന്റ്, കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാൻ ഇൻസിസ്റ്റ് ചെയ്യാത്ത ഗവൺമെന്റ്. കാരണം എന്താ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാത്തത്? കൃത്യമായി കാണിക്കേണ്ടവരെ കാണിക്കത്തക്ക കണക്കുകളല്ല. അതുകൊണ്ടാണ് കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാത്തത്. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ എത്തിക്കാൻ പറ്റാത്തത്. അത് CAG എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് ബോഡി ഓഡിറ്റ് ചെയ്ത് വേണം. അപ്പോൾ CAG കേന്ദ്രത്തെയും അനുകൂലിച്ചല്ല ഓഡിറ്റ് ചെയ്യുക, സംസ്ഥാനത്തെയും അനുകൂലിച്ചല്ല ഓഡിറ്റ് ചെയ്യുക, കൃത്യതയുടെ പേരിലാണ് ഓഡിറ്റ് ചെയ്യുക. അങ്ങനെ ഓഡിറ്റ് ചെയ്ത കണക്ക് കേന്ദ്രത്തിൽ എത്തിയാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് റിലീസ് ചെയ്യൂ. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ എല്ലായ്പ്പോഴും ഫെയിലിയറാണ്. അങ്ങനെ ഫെയിലായിട്ട് ഫണ്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് എല്ലായ്പ്പോഴും കൈ ചൂണ്ടുന്നത് കേന്ദ്രത്തിന്റെ നേർക്കാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോഴും ഇങ്ങനെ പഴി ചൂണ്ടി കേന്ദ്രം കടം മേടിച്ചും എന്നിട്ടും ഖജനാവ് കാലിയാണ്. എന്താ പറയുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഓർക്കണം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഈ പ്രാവശ്യം
2 രൂപ പെട്രോളിനും പിന്നെ എന്താണ് ഡീസലിനുമൊക്കെ സെസ് ഏർപ്പെടുത്തിയത്. സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന ഓമന പേരിട്ടാണ് അതിനെ വിളിച്ചതും. എന്നിട്ട് അവർക്കും ഇപ്പൊ ഇതാ 4-5 മാസത്തെ പെൻഷൻ കിടക്കുകയാണ്. ഈ 4-5 മാസത്തെ പെൻഷൻ കിട്ടിയാലുള്ള പ്രയോജനം എന്താണ്? ഈ പാവപ്പെട്ടവർ അത് നേരെ വിപണിയിൽ ഇറക്കും. വിപണിയിൽ ഇറക്കുമ്പോഴോ, വിപണിയിൽ ഇറക്കും എന്ന് പറഞ്ഞാൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒന്നും അല്ല ഇവർ കൊണ്ട് ഇറക്കുന്നത് അവരുടെ ലോക്കൽ വിപണിയിലാണ്. എന്ന് വെച്ചാൽ ഈ ലോക്കൽ വിപണിയെ പരിപോഷിപ്പിക്കുന്നത് ആമസോണും ഫ്ലിപ്കാർട്ടുമല്ല, പിന്നെ ആരാണ്? അതായത് നാമമാത്ര ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ അത്തരം സംരംഭകർക്ക് ഒരു പുഷ്, ഒരു എനർജൈസർ പോലെ, ഒരു ടോണിക് പോലെ ആയിത്തീരും ഈ പറയപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ സാധാരണക്കാരുടെ കൈകളിൽ എത്തിയാൽ. അതൊന്നും ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റാത്ത ഒരു ദുർഘടാവസ്ഥയാണ് നിലവിലിരിക്കുന്നത്. അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് മാർച്ച് 15 ഈ പ്രാവശ്യം വെട്ടിച്ചുരുക്കുന്നു എന്ന് പറഞ്ഞ 3140 കോടി കടമെടുക്കൽ പുനഃസ്ഥാപിച്ചു കൊടുത്തു. സംസ്ഥാനം കടക്കണിയിലേക്ക് പോകരുത്, ഇപ്പോഴത്തെ ബുദ്ധിമുട്ടാർന്ന അവസ്ഥ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു കർമ്മം നിർമ്മല സീതാരാമൻ ചെയ്തത്. തീർന്നില്ല, ഇപ്പോ വീണ്ടും ഒരു 1401 കോടി രൂപ അത് ഏത് വഴിയിലുള്ളതാണ്? അതായത് നമുക്ക് ടാക്സ് പൂളിൽ നിന്ന് കിട്ടേണ്ട തുക എല്ലാ മാസവും ആയിട്ടാണ് കൊടുക്കുന്നത്. അത് അതായത് ജനുവരി മാസത്തെ, ഡിസംബർ മാസത്തെ തുക ഓൾറെഡി കൊടുത്തിരുന്നു. ജനുവരി മാസത്തെ തുകയാണ് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് നേരത്തെ തന്നെ സംസ്ഥാനത്തിന് കൊടുക്കുന്നത്. അപ്പൊ ഈ 1402 ഇതാണ് പറഞ്ഞിരിക്കുന്ന കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1, സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുക്കാൻ ഒക്കുക. 2, നമ്മുടെ എന്താ പറയുക, ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഭൗതിക സാഹചര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ജോലികൾ തുടരുക. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ പറയപ്പെട്ട 1401 കോടിയിലധികം രൂപ ഇപ്പോൾ ഗവൺമെന്റ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനായിട്ട്, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ഇവിടെ സർക്കാർ കൊടുക്കുന്നത് മാത്രമല്ല, അതിനകത്ത് വിധവ പെൻഷനുണ്ട്, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള അതായത് വാർദ്ധക്യകാല പെൻഷനുണ്ട്, അങ്ങനെ ഡിസേബിൾഡ് പെൻഷനുണ്ട്. ഇങ്ങനെയുള്ള പെൻഷനുകളൊക്കെ ആയിട്ടാണ് ഈ ഫണ്ട് ജനങ്ങളിലേക്ക് എത്തുക. അപ്പൊ അങ്ങനെ ആ പെൻഷനൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊക്കെ ദരിദ്രരായ വ്യക്തികളുടെ കരങ്ങളിലേക്ക്, അപൂർവം ചിലരൊക്കെ കാണും കേട്ടോ, കള്ളത്തരത്തില് സമ്പന്നരായിട്ടും ഇത്തരം പെൻഷനുകൾ അടിച്ചു മാറ്റി ജീവിക്കുന്നവർ കണ്ടേക്കും. പക്ഷെ സാധാരണ രീതിയിൽ ഇത്തരം പെൻഷനുകൾ ലഭിക്കുന്നത് അർഹതയുള്ളവർക്ക് തന്നെയാണ്. അപ്പൊ അവരുടെ കയ്യിൽ, അവർ ദാരിദ്ര്യത്തിലുള്ളവരാണ്, അവർ ആ പണം മുഴുവനും അതുപോലെ തന്നെ അവരുടെ നിത്യോപയോഗ സാധനങ്ങൾക്കും മരുന്നുകൾക്കും മറ്റുമായിട്ട് ചെലവഴിക്കും. അങ്ങനെ ചെലവഴിക്കുമ്പോൾ വിപണി ഉണരും. വിപണി ഉണർന്നാലോ, നമുക്കറിയാം ഡീമോണിറ്റൈസേഷന് ശേഷം, പ്രളയത്തിന് ശേഷം, കോവിഡിന് ശേഷം ഇതുവരെ ഇന്ത്യൻ വിപണി വേണ്ട രീതിയിൽ ഉണർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കൊന്നും നല്ല വളർച്ച ഉണ്ടാകാത്തത്, തൊഴിൽ സൃഷ്ടിക്കപ്പെടാത്തത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ തൊഴിൽ നിരക്ക് ഉയർന്നിരിക്കുന്നു. പക്ഷേ വസ്തുനിഷ്ഠമായ സത്യസന്ധമായ കണക്കനുസരിച്ച് വലിയ ഉയർന്ന തൊഴിലില്ലായ്മയാണ് ഇന്ത്യയിൽ ഒട്ടാകെ നിലനിൽക്കുന്നത്. അതിൻ്റെ ഒരു തെളിവാണല്ലോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ തൊഴിൽ തേടി കേരളത്തിലേക്ക് എത്തുന്നു ഇഷ്ടം പോലെ എന്നുള്ളത് തന്നെ ഇവിടുത്തെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ ഒരു സിഗ്നലാണ്. അപ്പൊ അങ്ങനെ തൊഴിലില്ലായ്മയൊക്കെ വ്യാപ്തമായിരിക്കുന്ന സാഹചര്യത്തിൽ നിർമ്മല സീതാരാമൻ 28 സംസ്ഥാനങ്ങൾക്കും മറ്റ് യൂണിയൻ ടെറിട്ടറികൾക്കും ഇതുപോലെ ഓരോ ഗഡു, അതായത് ഉത്സവ ബത്ത കൊടുക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഇത്. ഓഫ് കോഴ്സ് ഇത് സംസ്ഥാനങ്ങളെല്ലാം അർഹിക്കുന്ന നികുതി വിഹിതമാണ്, അതല്ലാതെ ഒരു ചാരിറ്റി ഒന്നുമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ. പക്ഷെ ഈ സമയത്ത് ഇത് കൊടുക്കുമ്പോൾ ക്രിസ്മസ് വിപണി ഉണർന്നിരിക്കും. അത് ഇപ്പൊ ദീപാവലി വിപണിക്കാണെങ്കിലും ഓണം വിപണിക്കാണെങ്കിലും ഇങ്ങനെയുള്ള സാർവദേശീയ വിപണികൾ, എന്താണ് ഫെസ്റ്റിവൽ സീസണിൽ വിപണിയെ ഉണർത്തുന്നത് നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉണ്ടാകും. അങ്ങനെ ആ മേഖല ഉണരും, അതുപോലെ തന്നെ തൊഴിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ആ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്
ഇങ്ങനെ ഒരു 1401 കോടി രൂപയുടെ നികുതി വിഹിതം ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറികളിലും കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ തൊഴിൽ സൃഷ്ടിക്ക് സഹായകമാകും. പിന്നെ കേന്ദ്ര ഗവൺമെന്റിന് ഇതിനേക്കാളൊക്കെ ഉപരി വലിയ ഒരു താല്പര്യം വേറെ കാണും. അതായത് ഈ 2024 വരുന്ന ഇലക്ഷൻ, അതിന് ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ഉത്തേജക പാക്കേജസ് എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്ത്, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, ഇതൊരു പ്രത്യേക ഉത്തേജക പാക്കേജ് അല്ല, ഇത് സംസ്ഥാനത്തിന് അർഹതയുള്ള എമൗണ്ട് ആണ്. പക്ഷെ അർഹതയുള്ള എമൗണ്ട് ആണെങ്കിൽ പോലും അത് കൊടുക്കുന്ന സമയം ഇപ്പോൾ 4 മാസം കഴിഞ്ഞു കൊടുത്താൽ മതി എന്ന് വിചാരിച്ചാലോ കേരളം കൂടുതൽ പ്രതിസന്ധിയിലാകും. അപ്പൊ ഇപ്പോൾ ഈ ഉത്സവ സീസണിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ക്രിസ്മസ് ബസാർ തൊട്ടുള്ള ബസാറുകളെല്ലാം കേരളത്തിൽ മാത്രമല്ല, ക്രിസ്മസ് പിന്നെ ഓൾ ഇന്ത്യ തലത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ഇതാണ്. അപ്പൊ ആ ഒരു ബസാറൊക്കെ ഉണർവ് പ്രാപിക്കും. അതിൻ്റെതായ മാറ്റങ്ങൾ നമ്മുടെ വിപണിയിലും തൊഴിൽ രംഗത്തും സൃഷ്ടിക്കപ്പെടും. അതിൻ്റെതായ മാറ്റങ്ങൾ ഒരുപക്ഷെ ഇലക്ഷനിൽ ഗവൺമെന്റുകൾക്ക് നേടിയെടുക്കാനും പറ്റിയെന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ 1401 കോടി രൂപ കിട്ടിയപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതും പുട്ടടിക്കാൻ ഉപയോഗിക്കാതെ, ഞാൻ പറഞ്ഞ നവകേരള സദസ്സ് പോലെ വേറൊരു സദസ്സ് കൂടുന്നതിനെ പറ്റി ആലോചിക്കാതെ ആ പണം പാവപ്പെട്ടവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് കൊടുക്കാനുള്ള എല്ലാ ഗഡുക്കളും കൊടുക്കുക. അങ്ങനെയാവുമ്പോൾ കേരളത്തിന് ഒരു ഉണർവ്, വിപണിയിൽ ഒരു ഉണർവ് ഉണ്ടാകും എന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്, അതുപോലെ സർവ്വ റോഡും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഒരിടത്തും ജീവൻ കയ്യിൽ വെച്ച് നടക്കേണ്ട, എല്ലായിടത്തും ജീവൻ ഭയന്നു വേണം മുൻപോട്ട് പോകാൻ എന്ന രീതിയിലാണ് റോഡുകൾ കിടക്കുന്നത്. അപ്പൊ ആ റോഡുകളുടെ അറ്റകുറ്റപ്പണി ചെയ്യാനും ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയും കൂടിയാണ് ഈ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷന് കൊടുക്കുക, അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ അറ്റകുറ്റ മെയിൻ്റനൻസ് നടത്തുന്നതിനും ഈ ഫണ്ട് ഉപയോഗിക്കാൻ സർക്കാർ തയ്യാറാകണം എന്ന് ആണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.